നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നിങ്ങളുടെ മച്ചാനസ്. ആദ്യം തന്നെ നമ്മൾ കിട്ടിയ ഒരു ചൂടുള്ള വാർത്തയിലേക്ക് കടക്കാം. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി താലൂക്കിൽ ഒരു ബ്രോയിലർ കോഴി ഫാമിൽ 1000-ഓളം കോഴികൾ ചത്തുടങ്ങിയതായി റിപ്പോർട്ട് വന്നിരിക്കുന്നു. മനുഷ്യനിലേക്ക് പകരാൻ സാധ്യതയുള്ള അതിമാരകമായ ഒരു ബാക്ടീരിയയാണ് ഇതിന് പിന്നിലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തുതന്നെയായാലും സംഭവ സ്ഥലത്ത് നിന്നും നമ്മുടെ റിപ്പോർട്ടർ അബി ചേരുന്നുണ്ട്. അബി, താങ്കൾ കേൾക്കാമോ? അബി. കേൾക്കുന്നുണ്ട് മച്ചാ, കേൾക്കുന്നുണ്ട്. ഇവിടെ ഫാമിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. 2000-ഓളം കോഴികൾ ഉണ്ടായിരുന്ന ഫാമിൽ ഇപ്പൊ 1000-ഓളം കോഴികളാണ് മരിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം ഒരേ ഒരു ബാക്ടീരിയ ആണെന്നാണ് അറിഞ്ഞത്. സാൽമോണല്ല എന്നാണ് അതിന്റെ പേര്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞു തരാൻ വിദഗ്ധനായ നമ്മുടെ പഞ്ചായത്തിന്റെ വെറ്റിനറി സർജൻ വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി അദ്ദേഹത്തോട് ചോദിക്കാം. സാർ, എന്തുകൊണ്ടാണ് ഇത്രയും കോഴികൾ ഇവിടെ മരിക്കാനായിട്ട് ഇടയായത്? അതിന്റെ കാരണം എന്താണ്? ഇതിപ്പോ സാൽമണല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് കാരണമായിട്ടുള്ളത്. നമ്മൾ കൾച്ചറിന് സാൽമണല്ല എന്നുള്ള ഒരു ബാക്ടീരിയ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇത് വളരെ ഡേഞ്ചർ ആയ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഫാമിലി നിലകൊള്ളുന്നത്. ഇത് മനുഷ്യർക്ക് വല്ലോ കണ്ടീഷൻസ് ഉണ്ടാക്കാറുണ്ടോ, അതോ മനുഷ്യർക്ക് പകരാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. മനുഷ്യരിലേക്ക് ഇറച്ചിയിലൂടെയും മുട്ടയിലൂടെയും പകരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ജാഗ്രത പുലർത്തണം എല്ലാവരും. നല്ലവണ്ണം വേവിച്ചിട്ട് മാത്രമേ ഇറച്ചിയും മുട്ടയും എല്ലാം ഭക്ഷിക്കാവൂ. സാർ, ഇത് എങ്ങനെയാണ് കോഴികളിലേക്ക് പകരുന്നത്? ഇത് മെയിനായിട്ട് 2 തരത്തിലാണ് പകരുന്നത്. ഒന്ന് ഹൊറിസോണ്ടൽ എന്ന് പറയും. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാല് ഒരു കൂട്ടിലെ ഒരു കോഴിയില് അസുഖം വന്നാൽ മറ്റു കോഴികളിലും പകരും. പിന്നെ ഒന്നുള്ളത് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ആണ്. അത് പറഞ്ഞാല് മുട്ട വഴിയാണ് പകരുന്നത്. ഇപ്പോ അമ്മക്കോഴിക്ക് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങൾക്കും മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്കും അസുഖം കണ്ടുവരുന്നു. ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്നൊന്ന് വിവരിക്കാൻ സാധിക്കുമോ? രോഗലക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ വളരെ ക്ഷീണിച്ച് വെയിറ്റ് വെക്കാതെ പിന്നെ ഒരാഴ്ചക്കുള്ളിൽ മരണപ്പെട്ടു പോവുക, പിന്നെ തൂങ്ങി നിൽക്കുക. കൂടുതലായി എല്ലാ കുഞ്ഞുങ്ങളും ഈ ലൈറ്റിനെ താഴെ വന്നിട്ട് ഒരുമിച്ച് കൂടി നിൽക്കുക. പിന്നെ ഇതെല്ലാം ഏകദേശം എല്ലാ ഡിസീസിലും കാണപ്പെടുമെങ്കിലും വൈറ്റിഷ് ആയിട്ടുള്ള വയറിളക്കം, അതാണ് മെയിനായിട്ട് ഈ ഡിസീസിൽ കാണപ്പെടുന്നത്. സാർ, നമുക്ക് എങ്ങനെ ഈ അസുഖത്തെ പ്രതിരോധിക്കാം? ഈ അസുഖത്തെ പ്രതിരോധിക്കാൻ മാർഗങ്ങള് ഫിനോള്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് പോലുള്ള അണുനാശിനികൾ ഉപയോഗിച്ച് ഫാം നന്നായി ക്ലീൻ ചെയ്യുക. പിന്നെ എലി പോലുള്ള ജീവികളെ അകറ്റി നിർത്തുക. പിന്നെ വിസിറ്റേഴ്സിന്റെ പരമാവധി ഫാമിലേക്ക് കടത്താതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നല്ല ശുചിത്വം പാലിക്കുക ഫാമിലൂടെ. ഇത് മൂലമെല്ലാം നമുക്ക് ഈ അസുഖത്തെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. മനുഷ്യർക്ക് നമുക്ക് ഈ അസുഖം എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? മനുഷ്യർക്ക് പ്രതിരോധ മാർഗം എന്ന് പറഞ്ഞാൽ ഇറച്ചിയും മുട്ടയും നന്നായി വേവിച്ച് മാത്രം ഉപയോഗിക്കുക. അതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഹലോ മച്ച, കേട്ടില്ലേ ഡോക്ടർ പറഞ്ഞത്? നമുക്ക് ഈ അസുഖത്തെ പ്രതിരോധിക്കാൻ ഭയമല്ല വേണ്ടത്, ജാഗ്രത മാത്രം മതി. ഓക്കെ അബി. നമ്മൾക്ക് ഇത്രയും നേരം സംഭവ സ്ഥലത്ത് നിന്നും വിശദ വിവരങ്ങൾ നൽകിയത് നമ്മുടെ റിപ്പോർട്ടർ അബി ആയിരുന്നു. കേട്ടെടുത്തോളം നമ്മുടെ ഡോക്ടർ പറഞ്ഞത് വെച്ച് നോക്കിയാലും നമ്മൾക്ക് അത്രയധികം പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും നമ്മുടെ ഡോക്ടർക്കും ഡോക്ടർ സഹീറിനും നമ്മുടെ റിപ്പോർട്ടർ അബിക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്ത വാർത്തയിലേക്ക് കടക്കാം.